ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമങ്ക. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഓക്കെ ആയിട്ടൊക്കെ പോകുന്നു കേട്ടോ. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ ഇല്ല, ഒരു 3-4 എന്താ പറയുക നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് കൂടുതലായിട്ടും നമ്മളൊരു ഫ്രോഡാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുർത്തീസ് പർച്ചേസ് ചെയ്യരുത് എന്നുള്ള കമൻറ്റുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പുറകെ ആയിരുന്നു. അതെന്താണ് സംഭവം, ജെന്യുവനായിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരുന്നോ, അല്ലെങ്കിൽ അതൊരു ഫേക്കായിട്ടുള്ളൊരു മെസ്സേജാണോ, ഒരു കമൻറ്റിൻ്റെ പുറകെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും കമൻറ്റ് സെക്ഷൻ നോക്കും. എന്താണ് ഒരു ജെന്യുവനായിട്ടുള്ളൊരു എന്താ പറയുക, ജെന്യുവനായിട്ടുള്ളൊരു പേജാണോ, അല്ലെങ്കിൽ ഇവരുടെ ഒന്ന് പർച്ചേസ് ചെയ്താൽ മോശമായിരിക്കുമോ, പൈസ പോകുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കമൻറ്റ് സെക്ഷന് വലിയൊരു പങ്ക് തന്നെയാണുള്ളത് അല്ലേ. കാരണം നമ്മളെല്ലാവരും കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ടാണ്, പലരുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ജെന്യുവനായിട്ടുള്ള കാര്യത്തിന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇതുവരെയുള്ള ഏകദേശം ഒരു 1.5-2 വർഷം ആകാറായി ഞാൻ ഓൺലൈനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു 10 വർഷത്തെ ഹോൾസെയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നാളിനിടയ്ക്ക് നമ്മളൊരു ജെന്യുവനായിട്ടേ നിന്നിട്ടുള്ളൂ, നമ്മളൊരു എത്തിക്സോട് കൂടിയിട്ടേ നമ്മൾ ബിസിനസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്ത് ഇവർ ഫ്രോഡാണെന്നൊക്കെ ഉള്ള രീതിയിൽ മെസ്സേജസ് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുർത്തി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഒരാളുടെ എഫേർട്ടല്ല, പലരുടെ എഫേർട്ടിൻ്റെ ഒരു ഫലമായിട്ടാണ് ഒരു കുർത്തി നിങ്ങളുടെ കൈകളിൽ എത്തുന്നത്. അപ്പോൾ അതിൽ ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാലും അതിൻ്റെ ഒരു ഫൈനൽ എന്താ പറയുക റിസൾട്ട്, അല്ലെങ്കിൽ ഫൈനൽ ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത് അതെനിക്കായിരിക്കും. കാരണം എൻ്റെ വീഡിയോസ് വിശ്വസിച്ചാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കുർത്തീസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൽ ആരെന്ത് മിസ്റ്റേക്ക് ചെയ്താലും, നമ്മുടെ ഈ ഒരു ടീമിലുള്ള ആരെന്ത് മിസ്റ്റേക്ക് ചെയ്താലും അതിനെ അഫക്റ്റ് ചെയ്യുന്നത് എനിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു പ്രീവിയസ് വീഡിയോയിൽ വന്നിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ വന്നത്. പിന്നെ എന്താ പറയുക, അതിലൊരു ക്ലാരിറ്റി ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരെയും നമുക്ക് എപ്പോഴും 100% ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നും 100% എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും അതിൽ തൃപ്തിയാവാത്ത ആൾക്കാരെ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ഡാമേജ് കളക്ഷൻസ് ആണ് കേട്ടോ. അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ അഴിഷ്യൻ്റെ പേരിൽ കുറച്ച് ബാക്കിലോട്ട് നമ്മൾ കമൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കമൻറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പേര്, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമേജ് കളക്ഷൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, എങ്കിൽ മാത്രമേ ഞാനത് പോസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഡാമേജ് കുർത്തീസിന് വേണ്ടിയിട്ടായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു ഡാമേജ് കളക്ഷൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസമാണ് ഞാനൊന്ന് നോട്ടീസ് ചെയ്തത് വീണ്ടും. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ ആവശ്യമുള്ള പലരും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡാമേജ് കളക്ഷൻസുമായിട്ട് വരാം എന്ന് കരുതി. ഇന്നത്തെ വീഡിയോ വരുന്നത് ഡാമേജ് കുർത്തീസാണ്. നമ്മുടെ കയ്യിലുള്ള ഡാമേജ് ആയിട്ടിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. ആർക്കെങ്കിലും അതൊരു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. ഞാൻ ആരും ഫോഴ്സ് ചെയ്യില്ല, എടുത്ത് പറയുകയാണ്, ഫോഴ്സ് ചെയ്യേയില്ല പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സൂപ്പറാണോ, നിങ്ങളിത് മേടിച്ചേ പറ്റൂ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആവശ്യക്കാർ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഡാമേജ് കളക്ഷൻസാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിനായിരിക്കും നമ്മളിതെല്ലാം തരിക. ഡാമേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റേറ്റ് വരിക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ഒരു ഓർഡറിലൊന്നും കാണിച്ചു പോകുന്ന കളക്ഷനല്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് തന്നിട്ടുള്ള കുറേ കുർത്തീസ് ഉണ്ട്, അതും ജസ്റ്റ് കാണിച്ചു പോകുന്നതേ. എല്ലാം തന്നെ സിംഗിൾ പീസൊക്കെ ആയിരിക്കും. ഇതിന് നമുക്ക് ഏതാണോ സൈസ് ഞാൻ പറയാം, അതിൻ്റെ കളക്ഷൻസ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്കിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ചെറിയ രീതിയിൽ ഇവിടെ ഒരു ത്രെഡൊന്ന് വലിഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ ഡാമേജ്. അതല്ലാതെ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനില്ല. ഇതൊന്നും എന്താ പറയുക,
ഒരു ദുപ്പട്ടയും കൂടെ നിങ്ങൾ വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും ശ്രദ്ധിക്കില്ല, ഒരു ഡാമേജ് ആയിട്ട് പോലും നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത് XL ആണ്. XXL സൈസ് ആർക്കും ഓർഡർ ചെയ്യാം. ബാക്ക് ലൈൻ, ഫ്രണ്ട് ഇതേപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള വിചിത്രയുടെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ തന്നെ ഒരു എന്താ പറയുക, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കളക്ഷനാണ്. സ്ലീവ്സിൽ ഹാൻഡ് വർക്ക് ഉണ്ട്, നെക്കിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഡാമേജ് എനിക്ക് തോന്നുന്നു ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ത്രെഡ് വലിഞ്ഞ് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അതല്ലാതെ വേറെ ഡാമേജ് ഒന്നും ഞാൻ എൻ്റെ കണ്ണിൽ പെടുന്നില്ല. അതേ ഉള്ളൂ കേട്ടോ, വേറെ ഡാമേജ് ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ത്രെഡ് ഇതിലിങ്ങനെ മെറ്റീരിയലിൽ ത്രെഡ് വലിഞ്ഞ് നിൽക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ, കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ഡാമേജ്, അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. സൈസ് വരുന്നത് XXL സൈസുകാർക്കും ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഓർജിറ്റിൻ്റെ ലൈൻ ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ ഡാമേജും ക്ലിയർ ആവുന്നുണ്ടോ? ഇത് കുറച്ചൊരു അഴുക്ക് അവിടെ എവിടെയായിട്ട് പറ്റിയിരിക്കുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. സൈസ് വരുന്നത് XL സൈസാണ് കേട്ടോ. അടുത്തതും സെയിം തന്നെയാണ്, സൈസ് XL ആണ്. സെയിം കളക്ഷൻ തന്നെ. അതിലും അവിടെ ഇവിടെയായിട്ടൊക്കെ ചെറിയ അഴുക്ക് പറ്റിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഡാമേജ്. ക്ലിയർ ആവുന്നുണ്ടോ? ചിലപ്പോൾ ഒന്ന് വാഷ് ചെയ്താൽ പോകുമായിരിക്കുമേ. അവിടെ ഇവിടെയൊക്കെ കുറേ ചെറുതായിട്ട് അഴുക്കുണ്ട്. പിന്നെ നോക്കൂ, ഇതിൻ്റെ ബാക്കിലായിട്ടും ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഡോട്ടായിട്ട് അഴുക്ക് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓക്കെ, ഇതും സൈസ് വരുന്നത് XL ആണ് കേട്ടോ. കളക്ഷൻ 2-3 പീസ് നമുക്ക് അവൈലബിൾ ആണ്. സെയിം കംപ്ലൈൻ്റ് ആണ് എല്ലാത്തിനും വന്നിട്ടുള്ളത്. ചെറിയ രീതിയിൽ അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇതും അതിൻ്റെ തന്നെ സെയിം കുർത്തിയാണ്. നെക്സ്റ്റ് വരുന്നതും സെയിം കംപ്ലൈൻറ്റ് തന്നെ, ചെറിയ അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. അതല്ലാതെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജോർജറ്റിൻ്റെ ലൈൻ വിത്ത് ക്രേപ്പ് ലൈനിങ്, നല്ലൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ് യോക്കിൽ കൊടുത്തിട്ടുണ്ട്. വേറൊരു വർക്കാണ്. സൈസ് വരുന്നത് XXL ആണ് കേട്ടോ. ഇതും അതേപോലെ തന്നെയാണ്. അവിടെ ഇവിടെ എല്ലാം കുറച്ച് അഴുക്ക് പറ്റിയിട്ടുണ്ട്, കണ്ടോ? പിന്നെ ചെറിയ ഡോട്ട്സ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡോട്ട് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അതേ ഉള്ളൂ. സൈസ് വരുന്നത് XXL ആണ് സൈസ് വരുന്നത്. നല്ലൊരു ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ. വർക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ തന്നെ ഒരു പീസ് കൂടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡാമേജ് വരുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ട് സെയിം ഇതേപോലെ ത്രെഡിൻ്റെ ആ ഒരു അത് ആ തുണിയിൽ വന്നിട്ടുള്ളതാണ്, തുണിയുടെ വീവിങ്ങിൽ. അതുകൊണ്ടാണ് നമ്മളത് ഡാമേജ് കാറ്റഗറിയിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം ഇങ്ങനെയുള്ള കുർത്തീസ് വരെ നമ്മൾ ഡാമേജ് കാറ്റഗറിയിൽ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു ഡാമേജ് ആയിട്ട് ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മനഃപൂർവ്വം ആയിരിക്കില്ല, മനുഷ്യരാണ്. അപ്പോൾ മിസ്റ്റേക്കുകൾ പറ്റും. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള തന്നിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോടെ ഈ ഒരു കളക്ഷനിൽ അവൈലബിൾ ആണ്. സൈസ് വരുന്നത് XXL. നെക്സ്റ്റ് വരുന്നത് റയോണിൻ്റെ ഫോയിൽ പ്രിൻ്റാണ്. അതിലൊരു ജാക്കറ്റ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. പൈക്കിങ്ങനെ വരും, ഫ്രണ്ട് ലൈൻ വിത്ത് ജോർജറ്റ് ജാക്കറ്റ്, ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഡാമേജ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്, ആ ജാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഹോൾ വന്നിട്ടുണ്ട്, കാണാവോ? ദൂരെ ഒന്നും കാണാൻ പോലും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഡാമേജ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല കളക്ഷനാണ്. സൈസ് വരുന്നത് ലാർജ്. ജയ്പൂർ കോട്ടണിൻ്റെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഇതേപോലെ യോക്കിൽ നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ്.
ഇതിൻ്റെ ഡാമേജ് ആയിട്ട് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൻ്റെ ഒരു ഡാമേജാണ് കേട്ടോ. പ്രിൻ്റ് പിടിക്കാതെ വന്നിട്ടുള്ളതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ഡാമേജ്. ഇതിൻ്റെ സൈസ് വരുന്നത് XXL. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ്. കണ്ടല്ലോ, അതിൻ്റെ ഡാമേജ് ആയിട്ട് വന്നിട്ടുള്ളത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ എന്തോ തെറിച്ചിട്ടുള്ള പോലെ, അതാണ് ഇതിൻ്റെ ഒരു ഡാമേജ്. കണ്ടില്ലേ? അതല്ലാതെ വേറൊരു ഡാമേജും ഇല്ല. ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഹാൻഡ് വർക്ക് കുർത്തി. സ്ലബാണ് ഫാബ്രിക് വരുന്നത്. സൈസ് വരുന്നത് XL. വരുന്നതും ജയ്പൂർ കോട്ടൺ തന്നെയാണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഡാമേജും താഴെ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് അതിൻ്റെ ഡാമേജ് കേട്ടോ. ലെങ്ത് ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കട്ടായി പോയിക്കോളും, കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. അതൊരു 45 അല്ലെങ്കിൽ 44 ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ഉള്ള കുർത്തിയായിട്ട് വരില്ല. അത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് ഇതാ ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഡാമേജ് ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ഹക്കോബ ഫാബ്രിക്കാണ് ഇതിൻ്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇതൊരു ഡാമേജ് കാറ്റഗറി ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അതല്ലാതെ വേറൊരു ഡാമേജും ഇതിനില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ സൈഡ് സ്ലിറ്റ് കുർത്തി വിത്ത് നല്ലൊരു അജ്രാക്കിൻ്റെ പാച്ചാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പാച്ചിൻ്റെ ഇവിടെ ഇതേപോലെ ചെറുതായിട്ടൊരു ഹോള് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ഡാമേജ്. അല്ലാതെ വേറെ കുർത്തിക്ക് വേറൊരു പ്രോബ്ലമോ കംപ്ലൈൻറ്റോ ഒന്നുമില്ല കേട്ടോ. സൈസ് വരുന്നത് XL. ഇതിൻ്റെ സൈസ് വരുന്നത് XL തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ഒരു A-ലൈനാണ് വിത്ത് നല്ലൊരു കോളർ നെക്കോട് കൂടിയിട്ടുള്ള A-ലൈൻ. ഇതാ ഇതേപോലെ ചെറിയൊരു അഴുക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. ഈ ഒരു കുർത്തിയുടെ ഒരെണ്ണോടെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡാമേജ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിലിങ്ങനെ ഒരു ത്രെഡിൻ്റെ ഒരു വീവിങ്ങിൽ വന്ന ഡാമേജാണ് അത് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഡാമേജ് വരുന്നത്. സൈസ് വരുന്നത് XXL. നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ്. നല്ല ഹെവി ഹാൻഡ് വർക്കാണ് നെക്ക് ലൈനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ആ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഡാമേജാണ് കേട്ടോ. ഒരു ചെറിയൊരു ലൈൻ പോലെ പോയിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിൻ്റെ ഡാമേജ് വരുന്നത്. സൈസ് വരുന്നത് മീഡിയം സൈസ്. ചെറിൽ വന്നിട്ടുള്ളൊരു സൈഡ് സ്ലിറ്റ് അല്ല, പ്രിൻസസ് കട്ട് കുർത്തി. ഒരു A-ലൈൻ ഫ്ലെയറിലൊക്കെ വന്നിട്ടുള്ളൊരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ചെറിയൊരു സൈഡ് ഓപ്പണിംഗ് ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു കോളർ നെക്ക് പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വരിക. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഇതിൻ്റെ താഴെയാണ് കേട്ടോ. ഇതേപോലെ 2 ഹോള് വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് നിങ്ങൾക്ക് ലെങ്ത് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 46-47 ഇഞ്ച് ലെങ്ത് വരും. അതൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഡാമേജേ അല്ല, അത് ക്ലിയർ ആയിക്കോളും. ജോർജറ്റാണ്. ജോർജറ്റിൻ്റെ ഒരു എന്താ പറയുക, ബ്ലാക്ക് കളർ ഹെവി പാർട്ടി വെയർ കളക്ഷനാണ്. അനാർക്കലി കട്ടിങ്ങിലാണ് ഇതിൻ്റെ ഒരു കട്ടിങ് സ്റ്റൈൽ വരുന്നത്. നല്ലൊരു ഹാൻഡ് വർക്ക് ഇതിൻ്റെ നെക്കിലും യോക്കിലും സ്ലീവിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഇതിലൊന്നും എനിക്ക് കാണുന്നില്ല. അപ്പോൾ എന്താണ് ഡാമേജ് എന്നറിയില്ല. എന്തായാലും ഡാമേജ് കാറ്റഗറിയിൽ വന്ന കളക്ഷൻ ആവുന്നുണ്ട്. ഇതൊരു ഡാമേജ് കുർത്തിയായിട്ട് തന്നെ തരുകയാണ്. XXL ആണ് സൈസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഹക്കോബയാണ്. ഹക്കോബയുടെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഇതിൻ്റെ ഡാമേജ് പിന്നെ എന്താണ് ഇതിൽ ഡാമേജ്? ഇത് കണ്ടോ, ചെറിയൊരു അഴുക്ക് പോലെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡാമേജ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതാട്ടോ. ഇത് സൈസ് വരുന്നത് 3XL ആണ് കേട്ടോ. അടുത്തത് റിങ്കിൾ റയോണിൽ ചെയ്തിട്ടുള്ളൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ്.
ഇതിൻ്റെ ഡാമേജ് ആയിട്ട് വരുന്നത് ഒരു സ്റ്റിച്ചിങ് ഡാമേജാണ്. കണ്ടില്ലേ, കുറച്ചൊന്ന് ലൂസായിപ്പോയി. ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പം കുറച്ചൊരു ലൂസായിപ്പോയി. സ്റ്റിച്ചിങ് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഴിച്ചിട്ടൊന്ന് റീസ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതാണ് കേട്ടോ കളക്ഷൻ വരുന്നത്. സൈസ് വരുന്നത് XXL കേട്ടോ. വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ളൊരു 3 പാനൽ കട്ടിൽ ചെയ്തേക്കുന്ന ഏലൈനാണ്. ഇങ്ങനെ വരും. നല്ല ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഡാമേജ് ആയിട്ട് വരുന്നത് കണ്ടോ, ഈ സൈഡിലായിട്ട് ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട്. ചെറിയ ഹോളാണ്, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡാമേജ്. വേറെ കുഴപ്പമൊന്നുമില്ല. സൈസ് വരുന്നത് XXL. ജോർജറ്റിൻ്റെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. എന്താ ചെറിയൊരു പഫൊക്കെ ആയിട്ട് വന്നേക്കുന്ന കളക്ഷനാണ്. സൈസ് 3XL ആണ്. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല. വലിയ ഡാമേജ് ആയിട്ടൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ഡാമേജ് ഒന്നും കാണുന്നില്ല. ഡാമേജ് കാറ്റഗറിയിൽ തന്നെ വിടുകയാണ് കേട്ടോ. സ്റ്റൈൽ കുർത്തിയാണേ. ലാർജാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ ഡാമേജും പ്രത്യേകിച്ചൊന്നും തന്നെ കാണുന്നില്ല. ദോരയുടെ അറ്റത്തൊന്നും ഇല്ലാത്തതായിരിക്കാം ഒരു പക്ഷേ ഡാമേജായിട്ട് മാറ്റാൻ കാരണം എന്ന് തോന്നുന്നു. വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ സൈസ് വരുന്നത് ലാർജാണ്. നെക്സ്റ്റ് വരുന്നത് ഇതൊരു വത്തിക്കാൻ സിൽക്കിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയുടെ 3XL സൈസാണ്. ഇതൊരു ഡാമേജ് എനിക്ക് തോന്നുന്നു ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു ചെറിയൊരു കളർ സ്പോട്ട് പോലെ ഉണ്ട്. അതായിരിക്കണം. വേറെ ഒരു മേജർ ഡാമേജ് ഒന്നും ഞാൻ കാണുന്നില്ല. കണ്ടില്ലേ ഈ ഒരു പോർഷൻ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡിജിറ്റൽ പ്രിൻറ്റിൽ ജോർജറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു എയർലൈനാണ് കേട്ടോ. ഇതിൻ്റെ ഡാമേജ് ഈ ഒരു ലൈൻ കണ്ടോ, പ്രിൻറ്റിൽ വന്നിട്ടുള്ളൊരു ഡാമേജാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. സൈസ് XL 150യുടെ കുർത്തിയാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു പ്രിൻറ്റിൽ അതിൻ്റെ ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഡാമേജാണ്. ഇവിടെ ചെറിയതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡാമേജ് കേട്ടോ. അത് കേട്ടോ ഇതേപോലെ. ഓക്കെ, ഈ ഒരു കുർത്തിയാണ്. ഇതിനും ഡാമേജ് വരുന്നത് ഈ ഒരു കുറച്ചൊരു അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡാമേജ്. ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സെയിം കുർത്തിയുടെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. അതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ്. ഇതിലും പിന്നെ കുറച്ച് അഴുക്ക് പറ്റിയിട്ടുണ്ട്. വാഷ് ചെയ്താൽ പോകുന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു പോർഷനിലായിട്ടാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ലൈനിങ്ങോടുകൂടി ചെയ്തിട്ടുള്ള കോട്ടൺ സിൽക്കിൻ്റെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. സൈസ് വരുന്നത് മീഡിയം. സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഹോം വെയർ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ സൈഡ് സ്ലിറ്റ് കുർത്തി. ഇതിൻ്റെ ഡാമേജ് ഇത് പ്രിൻറ്റിൻ്റെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. പ്രിൻറ്റിൽ വന്നേക്കുന്ന ഡാമേജാണ്. കണ്ടോ, അതിൻ്റെ ഒരു കുർത്തിയുടെ താഴെയായിട്ട് വരുവേ. നല്ല ചൈനീസ് കോളറിൽ ചെയ്തേക്കുന്നതാണ്. സൈസ് വരുന്നത് XL. ഇത് ജോർജറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിൽ ചെയ്തിട്ടുള്ള ആലിയ കട്ട് കുർത്തിയാണ്. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഇത് കണ്ടില്ലേ, ഈ ഒരു പ്രിൻറ്റിൻ്റെ ഡാമേജാണ് കേട്ടോ. സൈസ് XXL. ഒരു XL അവൈലബിൾ ആണ്. പ്രിൻറ്റിൻ്റെ മിസ്റ്റേക്കാണ്. ഇതുകൊണ്ടില്ലേ ഇതേപോലെ വരും. ഇതിൻ്റെ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ലൈനായിട്ട് വരുന്നുണ്ട്. പുറത്തിടാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. ആലിയ കട്ട് കുർത്തിയാണ്. ഒരു അനാർക്കലി കട്ടിൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ്. ഇങ്ങനെ വരും. ഓക്കെ, അതിൻ്റെ ഡാമേജ് വരുന്നത് ബാക്കിലാണ് കേട്ടോ. ഇതേപോലെ കുറച്ച് ഇങ്കല്ല, അതും പ്രിൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പ്രിൻറ്റ് പറ്റിയേക്കുന്നതാണ്. കണ്ടോ. ഓക്കെ, സൈസ് വരുന്നത്
ഡബിൾ എക്സൽ. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ ഒരു എ ലൈനാണ്. താഴത്തെ ഇതേപോലെ പ്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ ഡാമേജും ഇതേപോലെ പ്രിൻറ്റിലുള്ള ഡാമേജാണ് കേട്ടോ. ഇങ്ങനെ വരും. സൈസ് വരുന്നത് 3XL സൈസാണ് കേട്ടോ. ജോർജറ്റിൻ്റെ തന്നെ 3 പാനലിൽ വന്നിട്ടുള്ളൊരു എ ലൈനാണ്. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഇതേപോലെ ഇതിൻ്റെ ഇവിടെ ഇതേപോലൊരു ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഇങ്ങനെയാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓക്കെ, അത് കോട്ടൺ സിൽക്കിൻ്റെ ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഡാമേജ് വരുന്നത് ഇതിൻ്റെ ഒരു താഴെ ചെറുതായിട്ട് ഒരു ഹോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിഞ്ചിയ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, സൈസ് വരുന്നത് ഇതിൻ്റെ ഡബിൾ എക്സൽ ആണ് കേട്ടോ. ഇതാ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയുടെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇവിടെ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോൾസ് വരുന്നുണ്ട്, കണ്ടില്ലേ? താഴെയും വരുന്നുണ്ട്. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. അതിൻ്റെ വരുന്നതും ഇവിടെ ആയിട്ടാണ് കേട്ടോ. ആ ഒരു ലൈനിങ് ഇല്ല, ആ ഒരു ഈ പോർഷനിലായിട്ട് ഇതേപോലെ ഒരു ഹോൾ വരുന്നുണ്ട്, പിഞ്ചിയ പോലെയുള്ളതാണ്. അപ്പോൾ ഇതും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളക്ഷനാണ്. ഇതിൻ്റെ നമുക്ക് പറ്റിയേക്കുന്നത് ലോക്ക് ചെയ്ത ടൈമിൽ ഇവിടെ കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ. സൈസ് വരുന്നത് XL ആണ് കേട്ടോ. അടുത്തത് സൈഡാണ് കയറിയിട്ടുള്ളത്. അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും, ക്ലിയർ ആവും. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സൈസ് വരുന്നത് ഡബിൾ XL ആണ് കേട്ടോ. കളക്ഷൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ജയ്പൂർ കോട്ടൺ ആണ്. ജയ്പൂർ കോട്ടണിൽ കോട്ടൻ്റെ ലൈനിങ്ങോടുകൂടി ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ്. ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഡാമേജ് വന്നിട്ടുണ്ട്. അടുത്തത് ഈ ഒരു കളക്ഷനാണ്. ഇതിൻ്റെ ബാക്കിൽ കളറൊന്ന് സ്പ്രെഡ് ആയിരിക്കുന്നതാണ്. സൈസ് വരെ ഡബിൾ XL കേട്ടോ. സൈസ് വരുന്നത് മീഡിയം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഈ ഒരു സെയിലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. ഒരിക്കൽ കൂടി പറയാണ്, മനഃപൂർവ്വം ആരെയും നമ്മൾ ചീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആർക്കും ഒരു മോശം പ്രോഡക്റ്റ് അയച്ച് തരുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റിന് റിപ്ലൈ തരാതിരിക്കുക ഒന്നും ചെയ്യില്ല. എല്ലാം ഒന്നുകിൽ ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോഴായിരിക്കാം റിപ്ലൈ തരാതെ പോകുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടായിരിക്കാം മോശം ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വരിക. നമ്മുടെ കയ്യിൽ നിന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് തരുകയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.